കൂടാതെ പുഷ്പിക്കുന്ന 1965 ഇനം സസ്യങ്ങളും 1440 ഇനം ഡെക്കോട്ടിലസും 512 ഇനം ഫാബിയേസിയസിയും 150 ഇനം അപൂർവ സസ്യജാലങ്ങളും 168 ഇനം പുൽ ഇനങ്ങളും നഷ്ടപ്പെടും. കൂടാതെ കുമളി ഉൾപ്പെടെ 7 ജനവാസ കേന്ദ്രങ്ങൾ വെള്ളത്തിനടിയിലാകും. കേരള സംസ്ഥാന ടൂറിസം മേഖലയുടെ ജൈവ ആവാസ വ്യവസ്ഥയുടെ കടയ്ക്കൽ കത്തിവയ്ക്കുന്ന നടപടിയാണ് ജലനിരപ്പ് ഉയർത്തൽ. തടാകത്തിന്റെ തീരത്തുള്ള പുൽമേടുകൾ അപ്രത്യക്ഷമാകുന്നതോടെ ആന, മാൻ തുടങ്ങിയ വന്യജീവികളുടെ നിലനിൽപ്പ് തന്നെ അവതാളത്തിലാകും. തേക്കടി തടാകത്തിൽ തല ഉയർത്തി നിൽക്കുന്ന മരക്കുറ്റികളിലാണ് ദേശാടനക്കിളികൾ ചേക്കേറുന്നത്. മരക്കുറ്റികൾ ജലാശയത്തിൽ മുങ്ങിപ്പോകുന്നതോടെ നാട്ടുകാരുടെയും വിദേശികളുടെയും കണ്ണിന് കുളിർമയേകുന്ന കാഴ്ച എന്നേക്കുമായി അവസാനിക്കും. കേരള വിനോദസഞ്ചാര മേഖലയിലെ ദൃശ്യവിസ്മയമാണ് തേക്കടി തടാകത്തിലൂടെ തടാകത്തിന് കുറുകെയുള്ള കാട്ടാനക്കൂട്ടത്തിന്റെ ജലയാത്ര. ജലനിരപ്പ് 142 അടി ഉയർത്തിയാൽ നിലവിലുള്ള ആവാസ വ്യവസ്ഥ തകിടം മറിയുന്നതോടെ വന്യമൃഗങ്ങൾ പുതിയ ആവാസ കേന്ദ്രം തേടിപ്പോകേണ്ടി വരും. നയനമനോഹരമായ തേക്കടിയുടെ ഈ കാഴ്ച ഓർമ്മയായി അവശേഷിക്കും. ജലവിധാനം 136 അടിയിൽ നിന്ന് 142 അടിയിലേക്ക് വർദ്ധിപ്പിക്കുമ്പോൾ ഡാമിന്റെ അപകട സാധ്യത 10 മടങ്ങായാണ് വർദ്ധിക്കുന്നത്. ഡാമിന് എന്തെങ്കിലും സംഭവിച്ചാൽ ഇടുക്കി, എറണാകുളം, കോട്ടയം തുടങ്ങിയ ജില്ലകളിലെ ഏതാണ്ട് 30 ലക്ഷത്തിൽ പരം ജനങ്ങളുടെ ജീവനും സ്വത്തുമാണ് സർവനാശത്തിലേക്ക് വലിച്ചെറിയപ്പെടാൻ സാധ്യതയുള്ളത്. മുല്ലപ്പെരിയാർ അണക്കെട്ടിന് തകർച്ച സംഭവിച്ചാൽ ആ ദുരന്തം ഒന്നിനു പുറകെ ഒന്നായി നിരവധി ദുരന്തങ്ങൾക്ക് കൂടി കാരണമായി തീരാം. ഇടുക്കിയും ചെറുതോണിയും ഇടമലയാറും ഭൂതത്താൻകെട്ടും ഉൾപ്പെടെ 11ഓളം ഡാമുകളാണ് തകരാൻ സാധ്യതയുള്ളത്. 1975 ചൈനയിൽ ഉണ്ടായ ഒരു മഹാ ദുരന്തത്തിൽ ഇപ്രകാരം തുടരെ 2 ഡാമുകൾ പൊട്ടുകയും വിശാലമായ ഒരു ഭൂപ്രദേശമാകെ വെള്ളത്തിനടിയിൽ ആവുകയും ചെയ്തു. ബാൻകിനോ, ഷിമാൻടൺ എന്നീ പേരുകളിൽ അറിയപ്പെട്ടിരുന്ന ഡാമുകളാണ് അന്ന് തകർന്നത്. ദുരന്തത്തിന് ഇടയായ ഹെനൻ മേഖലയിൽ ഏതാണ്ട് 2,30,000-ഓളം ജനങ്ങളാണ് മരിച്ചത്. ഭൂചലനം മൂലമോ ബലക്ഷയം മൂലമോ ഡാം തകരാൻ ഇടയായാൽ എറണാകുളം ഉൾപ്പെടെ മധ്യകേരളത്തിലെ അനേകം പട്ടണങ്ങൾ തൂത്തെറിയപ്പെടും. ഡാമിന്റെ ജലസംഭരണിയിൽ പതിറ്റാണ്ടുകളായി സംഭരിക്കപ്പെട്ടിട്ടുള്ള ചെളിയും എക്കൽ മണ്ണും 6 അടിയിൽ ഏറെയാണ്. ഡാമിന് തകർച്ച നേരിട്ടാൽ സമീപ പ്രദേശങ്ങളാകെ ചെളി കൊണ്ട് മൂടപ്പെടും. മാത്രമല്ല, മുല്ലപ്പെരിയാർ ഡാമിലെ വെള്ളവും എക്കൽ മണ്ണും ചെളിയും ഒഴുകി ഇടുക്കി ഡാമിൽ എത്തുന്നത് ഇടുക്കി ഡാമിന് ബലക്ഷയം വരുത്തും. ഡാം തകർന്നാൽ പെരുമ്പാവൂർ ടൗണിൽ 12 അടിയും എറണാകുളം നഗരത്തിൽ 8 അടിയും ഉയരത്തിൽ ജലപ്രവാഹം ഉണ്ടാകും. ഡാം തകർന്നാൽ ഏത് ദിശയിലേക്കാകും ജലപ്രവാഹം എന്ന് ആർക്കും പ്രവചിക്കാൻ സാധ്യമല്ല. ഡാമുകൾ പൊട്ടിയപ്പോഴുണ്ടായ മുൻകാല അനുഭവങ്ങൾ എല്ലാ കണക്കുകൂട്ടലിനും അപ്പുറത്തായിരുന്നു. 110 വർഷം മുമ്പ് അണക്കെട്ടിന്റെ ഡിസൈനിങ്ങും എഞ്ചിനീയറിംഗും ഒന്നും വികസിക്കാതിരുന്ന കാലത്ത് ഭൂചലനത്തെ അതിജീവിക്കാനുള്ള സംവിധാനത്തെക്കുറിച്ച് ആലോചിച്ചിട്ടുണ്ടാവില്ല. ഇന്നത്തെ പോലെ സിമന്റോ മറ്റ് അത്യാധുനിക നിർമ്മാണ വസ്തുക്കളോ ഉപയോഗിക്കാതെ ചുണ്ണാമ്പ്, മണൽ, ശർക്കര എന്നിവ ചേർന്ന മിശ്രിതമായ സുർക്കി കൊണ്ട് നിർമ്മിച്ച ഈ ഡാമിന്റെ നിർമ്മാണ ചെലവ് 43 ലക്ഷം രൂപയായിരുന്നു. ഡാമിന്റെ പണി പൂർത്തീകരിക്കപ്പെട്ടപ്പോൾ ഒരു ക്യൂബിക് മീറ്റർ പ്രദേശത്ത് കരിങ്കല്ലിന്റെ മൊത്തം ഭാരം 2240 കിലോഗ്രാം എന്നും സുർക്കിയുടെ ഭാരം 440 കിലോഗ്രാം എന്നുമാണ് കണക്കാക്കിയിട്ടുള്ളത്. കാലപ്പഴക്കത്തിൽ സുർക്കി ഒഴുകിപ്പോയതുമൂലം ഡാമിൽ ഒരു ക്യൂബിക് മീറ്റർ പ്രദേശത്തെ ഭാരം 2680 കിലോഗ്രാം ആയിരുന്നത് വെറും 1440 കിലോഗ്രാം ആയി കുറഞ്ഞു എന്നും തന്മൂലം അണക്കെട്ടിന്റെ മൊത്തം ഭാരം 48% നഷ്ടപ്പെട്ടു എന്നുമാണ് അനുമാനിക്കപ്പെടുന്നത്. അതായത് നിർമ്മാണം പൂർത്തീകരിക്കപ്പെട്ട കാലവുമായി താരതമ്യം ചെയ്താൽ
വെറും 50-52% മാത്രമുള്ള ഒരു കൽ കൂമ്പാരമായി അവശേഷിച്ചിരിക്കുകയാണ് ഇന്നത്തെ മുല്ലപ്പെരിയാർ ഡാം. ഇന്ന് പുതിയ ഡാമിന് 300 കോടി രൂപയാണ് ചെലവ് പ്രതീക്ഷിക്കുന്നത്. പുതിയ ഡാം നിർമ്മിക്കാനായാൽ കേരളത്തിലെ ജനങ്ങളുടെ സുരക്ഷയ്ക്കുള്ള വൻ ഭീഷണി ഒഴിവാകും. വിശദമായ ഭൗമശാസ്ത്ര പഠനവും നടത്തിയും വേണ്ട മുൻകരുതൽ സ്വീകരിച്ചും ഡാം നിർമ്മിച്ചാൽ നിലച്ചിരിയാതെ പൊടുന്നനവെ സൃഷ്ടിക്കപ്പെട്ടേക്കാവുന്ന ഭൂകമ്പങ്ങളെ പ്രതിരോധിക്കുവാനും കഴിയും. മാത്രമല്ല, അടിയന്തര സാഹചര്യത്തിലും ജലനിരപ്പ് താഴ്ത്തുവാനുള്ള സംവിധാനങ്ങളെ ഉൾപ്പെടുത്തുവാൻ സാധിക്കും. നിലവിലുള്ള ഡാമിന് ഇത്തരം സംവിധാനങ്ങൾ ഒന്നുമില്ല. ഇതാണ് ജനങ്ങളുടെ സുരക്ഷയ്ക്കുള്ള ഏറ്റവും വലിയ വെല്ലുവിളി. അത്യാധുനിക സാങ്കേതികവിദ്യ ഉൾപ്പെടുത്തി പുതിയ കോൺക്രീറ്റ് ഡാം പൂർത്തിയാക്കാൻ 2-3 വർഷമേ വേണ്ടിവരൂ. ബ്രിട്ടീഷ് മേൽക്കോയ്മ നിലനിന്നിരുന്ന രാജഭരണകാലത്ത് സൃഷ്ടിക്കപ്പെട്ട കരാർ ഇല്ലായിരുന്നുവെങ്കിൽ മുല്ലപ്പെരിയാറിലെ ഓരോ തുള്ളി ജലവും കേരളത്തിൻ്റേത് മാത്രമായി നിലനിൽക്കുമായിരുന്നു. കേരള ജനതയുടെ മുമ്പിൽ കൊട്ടിയടക്കപ്പെടുന്ന നീതിയുടെ വാതിലുകൾ കണ്ട് പകച്ചു നിൽക്കാതെ ഈ വിഷയം ഒരു ജനതയുടെ നിലനിൽപ്പിന്റെ പ്രശ്നമായി കണ്ട് ശക്തമായ ജനമുന്നേറ്റം ഉയർന്നു വരണം. ഭരണാധികാരികൾക്കും കോടതികൾക്കുമെല്ലാം കണ്ണു തുറക്കാൻ ഈ ജനമുന്നേറ്റം അവസരമൊരുക്കും. ഒട്ടും വൈകാതെ തന്നെ പഴയ മുല്ലപ്പെരിയാർ ഡാമിന് പകരം പുതിയൊരു ഡാം നിർമ്മിക്കപ്പെടണം. അതോടൊപ്പം കേരളത്തിലെ ജനങ്ങളുടെ താൽപ്പര്യങ്ങൾ പൂർണ്ണമായും സംരക്ഷിക്കപ്പെടുന്ന പുതിയ കരാർ സൃഷ്ടിക്കപ്പെടണം. അങ്ങനെ കേരളത്തിലെ ജനങ്ങൾ സുരക്ഷിതരാവട്ടെ. ഭീതി വെടിഞ്ഞ് ജനലക്ഷങ്ങൾ സുരക്ഷിതരായി ജീവിക്കുന്ന ഒരു പുത്തൻ പ്രഭാതത്തിന്റെ ഉദയത്തിനായി നമുക്ക് കൈകോർക്കാം.